ഹലോ ഗൈസ്, എന്തായാലും നിങ്ങൾക്ക് ഒരുപക്ഷെ പ്ലസ് വണ്ണിൽ അഡ്മിഷൻ കിട്ടിയതിന് ശേഷമായിരിക്കും നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടാവുക. അല്ലെങ്കിൽ പ്ലസ് വണ്ണിൽ കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ പഠിച്ചിട്ട് നിങ്ങൾ അതിൽ കേട്ട ഒരു സബ്ജക്റ്റിൻ്റെ പേരായിരിക്കും എക്കണോമിക്സ് എന്ന് പറയുന്നത്, അല്ലേ? ഈ പറയുന്ന എക്കണോമിക്സിനെ കുറിച്ച് കേട്ട സമയത്ത് നിങ്ങളുടെ ടീച്ചേഴ്സ് ഒരുപക്ഷെ സ്കൂളിൽ നിന്ന് പരിചയപ്പെടുത്തുന്നുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ ഓപ്പൺ സ്കൂൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ പറഞ്ഞ എക്കണോമിക്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവും. മിക്കവാറും പേരും എന്നോട് ചോദിച്ചിട്ടുള്ള കാര്യം പ്ലസ് വണ്ണിൽ ഈ പറഞ്ഞിരിക്കുന്ന എക്കണോമിക്സ് ടഫാണോ എന്നാണ്. ആക്ച്വലി നിങ്ങളോട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു സബ്ജക്റ്റ് ടഫാണോ അല്ലേ, ഒരു സബ്ജക്റ്റ് ടഫ് ആണോ അല്ലേ എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത് വെറുതെ അങ്ങനെ തീരുമാനിക്കുന്നില്ല. എക്കണോമിക്സ് ടഫാണോ അല്ലെന്ന് ഞാൻ പറയുന്നില്ല. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കൊരു സബ്ജക്റ്റ് ടഫ് ആവാനുള്ള കുറച്ച് കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം നമ്മൾ പഠിക്കുന്ന കണ്ടൻറ്റ് എത്രത്തോളം ഉണ്ടെന്നുള്ളതാണ്. നിങ്ങൾ ആലോചിക്കുക, ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്ക് പരീക്ഷയ്ക്കാകെ ഒരു ചാപ്റ്റർ പഠിക്കാനുള്ളത് വിചാരിക്കുക, എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ആ ചാപ്റ്റർ പഠിച്ച് പരീക്ഷ എഴുതാൻ പറ്റും. നേരെ മറിച്ച് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഒരു 10 ചാപ്റ്റർ പഠിക്കാണ്ട് വിചാരിക്കാം, കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഒരു 20 ചാപ്റ്റർ ആണെങ്കിലോ ഒന്നുകൂടി ബുദ്ധിമുട്ടും. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള കണ്ടൻറ്റാണ് ഒന്നാമതായിട്ട്. നമുക്ക് എന്താണ് പഠിക്കുന്നത് എന്നതിനനുസരിച്ചാണ് നമുക്കുള്ള ടഫാണോ തീരുമാനിക്കുക. സ്വാഭാവികമായിട്ടും എക്കണോമിക്സ് ടഫാണോ വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് കിട്ടും. ഇനി രണ്ടാമത്തെ കാര്യം, നമുക്ക് പരീക്ഷ എന്ന് പറയുന്നത് സാധാരണ പരീക്ഷ ഒരു 10 മാർക്കിൻ്റെ പരീക്ഷയാണ് എളുപ്പമാണല്ലേ, കുറച്ച് സമയം കൊണ്ട് എഴുതി തീരും. പക്ഷേ നമ്മൾ എഴുതുന്ന പരീക്ഷ ഒരു 100 മാർക്കിനാണല്ലോ കുറച്ചധികം സമയം വേണം. 50 മാർക്കാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. പക്ഷേ പരീക്ഷയുടെ സമയം കൂടിക്കഴിഞ്ഞാൽ, പരീക്ഷയുടെ മാർക്ക് കൂടിക്കഴിഞ്ഞാലും പരീക്ഷ നമുക്ക് എന്ത് ചെയ്യും? ടഫായിട്ട് ഫീൽ ചെയ്യും. ഇനി മൂന്നാമത്തെ കാരണം, നമ്മൾ പഠിച്ചു വരുന്ന സംഭവങ്ങൾ കൃത്യമായിട്ട് നമുക്ക് അറിയാത്ത കാര്യങ്ങളാണെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ ഇതുവരെ കേൾക്കാത്ത ഒരു സംഭവത്തെക്കുറിച്ച് ആദ്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ അതിൻ്റെ എന്തെങ്കിലുമൊക്കെ ബേസിക് നിങ്ങൾക്ക് അറിയണം. ഉദാഹരണം ഞാൻ സിമ്പിളായിട്ട് പറയണേ, നിങ്ങളെ നാളെ മുതൽ റോഡ് പഠിക്കാൻ കൊണ്ടുപോയി. എന്നിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു, റോഡ് പഠിക്കുന്ന ഞാൻ നിങ്ങളോട് പറഞ്ഞു ടാർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇത്ര കനം നോക്കണം എന്ന് പറഞ്ഞു. എന്ത് ടാറിങ്, എവിടുത്തെ ടാറിങ്? നിങ്ങൾക്ക് ഈ റോഡ് പണിൻ്റെ ബേസിക്സ് ഒന്നും അറിയില്ല എന്ന് വിചാരിക്കാം, നിങ്ങൾക്കത് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? നേരെ മറിച്ച് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയുന്ന ഒരാൾക്ക് വളരെ ഈസി ആയിട്ട് ഫീൽ ചെയ്യും. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊന്നുമല്ല, നാലാമത്തെ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ വെറുതെ കുറേ കാണാപ്പാഠം പഠിച്ചു വെക്കാറുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഹിസ്റ്ററി നിങ്ങൾ പഠിക്കുന്ന സമയത്ത് യുദ്ധങ്ങൾ അതൊരു കഥ പോലെ നമുക്ക് പഠിച്ചു വെക്കാം. സോഷ്യോളജി പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതുപോലെ പഠിച്ചു വെക്കാം. ബിസിനസ്സിൽ നിങ്ങൾക്ക് അതുപോലെ പഠിച്ചു വെക്കാം. നിങ്ങൾക്ക് ജസ്റ്റ് ഓർമ്മിച്ചെടുത്താൽ മാത്രം മതി. പക്ഷേ ഇവിടെ മെമ്മറൈസേഷൻ എന്ന് പറഞ്ഞ പരിപാടി നടക്കാനേ പോണില്ല. എക്കണോമിക്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്, നിങ്ങൾക്ക് തലയുണ്ടോ, തലക്കകത്ത് ആൾതാമസം ഉണ്ടോ, കൃത്യമായിട്ട് ഓർമ്മിച്ചെടുക്കുക എന്നതിനേക്കാളുപരി ഇതിനെ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് ചിന്തിച്ചുകൊണ്ട് ഉത്തരം എഴുതാനുള്ള കഴിവുണ്ടോ, എക്കണോമിക്സ് സിമ്പിളായിട്ട് മാറും. അഞ്ചാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, ഈ പറയുന്ന 4 കാര്യങ്ങളൊക്കെ ചേർന്നുകൊണ്ട് എന്ത് ചെയ്യുന്നു, സ്വാഭാവികമായിട്ട് നമുക്ക് അവിടെ ഉണ്ടാകുന്ന പ്രശ്നമാണ്, ഈ 4 എണ്ണം ചേർത്തുണ്ടാക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? നമുക്ക് ഇതോടുകൂടി താല്പര്യമില്ലാതാവും. അപ്പോൾ ഈ 4 കാര്യങ്ങൾ വന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, അഞ്ചാമത്തെ കാര്യത്തെ നയിക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ 5 കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഏതൊരു സബ്ജക്റ്റും ടഫാവുന്നത്. ഇനി നിങ്ങളൊന്ന് ആലോചിക്കുക, ഒരു സബ്ജക്റ്റ് ടഫാവുന്നത് ഞാൻ ഈ പറഞ്ഞ 5 കാര്യങ്ങൾ കൊണ്ട് മാത്രമല്ലേ? ഇതാണ് ആ 5 കാര്യങ്ങൾ. ഇനി എക്കണോമിക്സ് ടഫാനുള്ള പ്രധാന കാരണങ്ങൾ. ആദ്യമായിട്ട് നിങ്ങൾ നോക്കുക, പ്ലസ് 1 എത്തിയ സമയത്ത് നിങ്ങൾ നോക്കുക, 10ാം ക്ലാസ് വരെ പഠിക്കാനുള്ള സമയം എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കുക, നിങ്ങൾ 1ാം ക്ലാസ് പഠിച്ചു, 2 പഠിച്ചു, 3 പഠിച്ചു, 4 പഠിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? UP ക്ലാസ്സിലേക്ക് എത്തി. 5ാം ക്ലാസ്സിൽ പഠിച്ചു, 6 പഠിച്ചു, 7 പഠിച്ചു. UP കഴിഞ്ഞ് നേരെ ഹൈസ്കൂളിലേക്ക് എത്തി, 8, 9, 10. ഒരു പ്രത്യേകത ഉണ്ട്, നിങ്ങൾ ഈ പറഞ്ഞ 1 മുതൽ 10 വരെ പഠിച്ച കാര്യങ്ങളൊക്കെ കുറേ കണ്ടിന്യൂഷൻ പോലെ, കുറേ കണ്ടിന്യൂറ്റി ഉണ്ട് അല്ലേ? അതിനിങ്ങനെ നമുക്ക് തുടർച്ചയായിട്ട് എഴുതി പോരാൻ പറ്റുന്ന കാര്യങ്ങളായിരുന്നു. നമ്മളിപ്പോൾ പഠിച്ച ചെറിയൊരു കാര്യത്തെ, ഇപ്പം 7ാം ക്ലാസ് പഠിച്ചിരുന്ന വ്യവസായ വിപ്ലവം എന്ത് ചെയ്തു, 10ാം ക്ലാസ്സിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു, അല്ലെങ്കിൽ 9ാം ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടാവും. അങ്ങനെയല്ലേ? പക്ഷേ പ്ലസ് 1 എത്തുമ്പോൾ എന്താ പറയുക സംഭവം, പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ പുതിയ പുതിയ കാര്യങ്ങളാണ് പഠിക്കുന്നത്. ഓക്കെ, ന്യൂ എന്നത് ഒരു പ്രത്യേകമായിട്ടുള്ള സംഭവം, അതാണ് നമ്മൾ ഇതുവരെ കേൾക്കാത്ത, നമുക്ക് അറിയാത്ത കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പുതിയ കാര്യങ്ങൾ മാത്രമല്ല, നമുക്ക് നേരത്തെ കാണാപ്പാഠം പഠിച്ചിട്ട് ബൈ ഹാർട്ട് ചെയ്തിട്ട് ഓർമ്മിച്ചെടുത്ത് പരീക്ഷയ്ക്ക് എഴുതിയാൽ മതി. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു പരിപാടി നടക്കാൻ പോകുന്നില്ല. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമുക്കിവിടെ എന്ത് വേണം, ക്രിട്ടിക്കലി നമ്മളിത് ചിന്തിച്ചുകൊണ്ട് ഉത്തരം എഴുതാൻ കഴിയണം. ഓക്കെ, ക്രിട്ടിക്കൽ തിങ്കിങ് എന്നാണ് രണ്ടാമത്തെ കാര്യമായിട്ട് വരുന്നത്. ഇനി മൂന്നാമത്തത്, ഈ പറഞ്ഞതിനൊക്കെ പുറമേട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ബേസിക്സ് കിട്ടി, ക്രിട്ടിക്കലായിട്ട് നിങ്ങൾ ചിന്തിക്കാൻ തയ്യാറാണെന്ന് വിചാരിക്കാം. പക്ഷേ മൂന്നാമത്തെ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പറഞ്ഞതിനൊക്കെ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യണമെന്നാണ് എല്ലാവരും പറയുക. പക്ഷേ ഹാർഡ് വർക്ക് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞില്ല, ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ 10ാം ക്ലാസ് വരെ പഠിച്ച സമയത്തുള്ള ആ ഒരു പാറ്റേൺ കൊണ്ട് പ്ലസ് 1 വന്നിട്ട് യാതൊരു കാര്യമില്ല. ഞാൻ ആദ്യമേ പറഞ്ഞേക്കാം, നിങ്ങൾക്ക് 10ാം ക്ലാസ്സിൽ ഫുൾ A+ ഉണ്ട് എന്ന് വെച്ചിട്ട് പോലും എന്ത് ചെയ്യില്ല, എക്കണോമിക്സ് പ്ലസ് 1 പഠിക്കാൻ ഈസി ആവണമെന്നില്ല. അതിൻ്റെ കാരണങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ഇനി അടുത്ത കാര്യം നോക്കുന്നത് സ്റ്റൈൽ ഓഫ് ലേണിംഗ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ,
10ാം ക്ലാസ് വരെ നമ്മൾ പല സബ്ജക്റ്റുകളും റോഡ് മെമ്മറൈസേഷൻ എന്ന് പറയും. എന്ന് വെച്ചാൽ എന്താണ്, കാണാപ്പാഠം പഠിക്കുന്ന പരിപാടി അല്ലേ, കാണാപ്പാഠം പഠിക്കുന്ന പരിപാടി ഉണ്ടല്ലോ. ഈ കാണാപ്പാഠം പഠിക്കുന്ന പരിപാടി 10ാം ക്ലാസ്സോട് കൂടി കഴിഞ്ഞപ്പോൾ നമ്മൾ നിർത്തേണ്ടി വരും. കാരണം അത് കഴിഞ്ഞ് നമ്മൾ +1 എത്തുമ്പോൾ നമുക്ക് എന്താ വരുന്നത്, അനലിറ്റിക്കൽ ലേണിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യത്തെക്കുറിച്ച് പഠിക്കും. എന്തുകൊണ്ട് അത് എന്നുള്ള കാര്യത്തിന് നമുക്കൊരു കൃത്യമായ ഉത്തരം ഉണ്ടെങ്കിൽ മാത്രമേ പരീക്ഷയ്ക്ക് എഴുതാൻ പറ്റുള്ളൂ. ഉദാഹരണം സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ ഡാറ്റ കളക്ട് ചെയ്യുക, എക്കണോമിക്സിലുള്ളൊരു ടേമാണ് ഡാറ്റ കളക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ. ഡാറ്റ ശേഖരിക്കുക എന്ന് പറയും അല്ലേ, നമ്മളെ വിവരങ്ങളല്ല ദത്തങ്ങൾ എന്നാണ് മലയാളത്തിൽ പറയുക. ഡാറ്റ ശേഖരണത്തിന് പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യാൻ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. അതിന് നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഒരാൾ പേഴ്സണൽ ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ഡയറക്റ്റ് ഇൻ്റർവ്യൂ മെത്തേഡ് പ്രിഫർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് അതിനുള്ള ഉത്തരം ഉണ്ടാവണം. എന്താണ്, നമ്മൾ നേരിട്ട് ഒരാളോട് സംസാരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഡാറ്റയും നേരെ മറിച്ച് മറ്റൊരാൾ പറഞ്ഞു തരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഡാറ്റയും രണ്ടും രണ്ടാണ്. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരിട്ട് കണ്ട എക്സ്പീരിയൻസും മറ്റൊരാൾ പറഞ്ഞു തരുന്ന എക്സ്പീരിയൻസും തമ്മിലുള്ള വ്യത്യാസം തന്നെ അവിടെ ഉണ്ടാവും അല്ലേ. ഇത് നിങ്ങൾക്ക് ലോജിക്കലി വർക്ക് ചെയ്യേണ്ട സാധനമാണ്. പക്ഷെ നമ്മളെന്താ പഠിക്കുക, ഈ പറഞ്ഞ ഡാറ്റ കളക്ട് ചെയ്യാനുള്ള മെത്തേഡ്സാണ് പഠിക്കുക. അപ്പോൾ ക്രിട്ടിക്കൽ എന്നതിനേക്കാൾ ഉപരി അനലിറ്റിക്കൽ, ഇതിനെ ചിന്തിച്ചുകൊണ്ട് എന്തുകൊണ്ട് എന്നൊരു ചോദ്യത്തിന് ഉത്തരം കിട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ വൈ എന്നത് ചോദ്യത്തിന് മിക്കവാറും നിങ്ങൾക്ക് ക്വസ്റ്റിനൊക്കെ ഉത്തരം കണ്ടെത്താൻ പറ്റുകയാണെങ്കിൽ സിമ്പിളായിട്ട് മാറും. ഇനി ഇത് പറ്റുന്നില്ലല്ലോ, തീർച്ചയായിട്ടും ടഫായിട്ട് തന്നെ പോകാം. ഈ പറയുന്ന ടഫായിട്ട് പോകാനുള്ള കാരണം കൂടി ഞാൻ പറഞ്ഞുതരാം. ഇനി അടുത്ത കാര്യം, ഈ പറയുന്ന 10ാം ക്ലാസ് വരെ നിങ്ങൾക്ക് മിക്കവാറും എല്ലാ സബ്ജക്റ്റുകളും, ഈ പറഞ്ഞ സോഷ്യൽ സയൻസ് ഒഴികെ ബാക്കി ഏകദേശം എല്ലാ ചാപ്റ്ററുകളും അല്ലെങ്കിൽ എല്ലാ സബ്ജക്റ്റുകളും ഒരു 10ൽ താഴെ ചാപ്റ്റേഴ്സേ മിക്കവാറും വരുള്ളൂ. കെമിസ്ട്രി ആയിക്കോട്ടെ, ഫിസിക്സ് ആയിക്കോട്ടെ, ബയോളജി ആയിക്കോട്ടെ, 10ൽ താഴെ ചാപ്റ്റേഴ്സൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ ഈ പറഞ്ഞിരിക്കുന്ന SSLC കഴിഞ്ഞ് നിങ്ങൾ +1 എത്തുമ്പോൾ +1 നിങ്ങൾക്ക് പഠിക്കാനുള്ള എക്കണോമിക്സിൻ്റെ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ 17 ചാപ്റ്റേഴ്സാണ്. ഒന്നുപോലെ നമുക്ക് സ്കിപ്പ് ചെയ്യാറില്ല, എല്ലാം പഠിക്കാൻ വേണം. ഏത് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല, എല്ലാം പഠിക്കാൻ വേണം. അതൊരു പ്രശ്നമാണ്. അഥവാ ചാപ്റ്റേഴ്സിൻ്റെ എണ്ണം അവിടെ കൂടുതലാണ്. അത് വീണ്ടും എന്ത് ചെയ്യും, നമ്മുടെ സബ്ജക്റ്റ് ഒന്നുകൂടി ടഫാക്കി മാറ്റുന്നുണ്ട്. ഇനി അടുത്ത കാര്യം, ഈ പറഞ്ഞിരിക്കുന്ന ടോപ്പിക്കുകൾ നമ്മൾ നേരത്തെ പഠിച്ചിരുന്ന കാര്യങ്ങൾ മിക്കവാറും നിങ്ങൾ നോക്കുക. ഇപ്പോൾ ഹിസ്റ്ററി നമ്മൾ പഠിക്കണമെങ്കിൽ എന്ത് ചെയ്യും, ഏതെങ്കിലും ഒരു ഏരിയ മാത്രമേ നമ്മൾ കവർ ചെയ്യാം. ഇപ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററി മാത്രമാണെങ്കിൽ അവിടെ മാത്രം, അല്ലെങ്കിൽ വേൾഡ് ഹിസ്റ്ററി ആണെങ്കിൽ അത് മാത്രം. ഇനി അക്കൗണ്ടൻസിയിലാണെങ്കിൽ നിങ്ങൾ പാർട്ട്ണർഷിപ്പാണ് പഠിക്കുന്നതെങ്കിൽ ആ പറഞ്ഞ കാര്യങ്ങൾ, അല്ല അക്കൗണ്ടിങ്ങിൻ്റെ ടേംസും കാര്യങ്ങളൊക്കെയാണ് അത് മാത്രം അല്ലേ. പക്ഷേ എക്കണോമിക്സിൽ വരുമ്പോൾ നേരെ തിരിച്ചാണ്. ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ 2 ഡിഫറൻറ്റ് ഏരിയകൾ വരുന്നത്. ഒന്ന് നമുക്ക് തിയറി സൈഡ് പോലെ നമുക്ക് തോന്നിക്കും, പക്ഷേ തിയറി ആണോ അല്ല, അതിൻ്റെ പ്രാക്ടിക്കൽ ഒരു ക്വസ്റ്റ്യൻസ് വരുന്ന ഇന്ത്യൻ എക്കോണമി എന്ന് പറഞ്ഞാൽ. രണ്ടാമത് നമുക്ക് മാത്തമാറ്റിക്കൽ എബിലിറ്റി ഒക്കെ നമ്മുടെ ചെക്ക് ചെയ്യുന്ന സ്റ്റാറ്റി എന്ന് പറയുന്ന, അഥവാ പ്രാക്ടിക്കൽ ലെവൽ വരുന്ന മാത്സ് ഒക്കെ ആയിട്ട് വളരെ അടുത്ത ബന്ധമുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് പറഞ്ഞ സബ്ജക്റ്റ്. ഇത് രണ്ടും കൂടി വരുമ്പോൾ ഒന്ന് തിയറിയും ഒന്ന് പ്രാക്ടിക്കലാണ്. പരീക്ഷയ്ക്ക് ചിലപ്പോൾ എന്ത് ചെയ്യും, രണ്ടൊന്നും മിക്സ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് വരാം, അല്ലെങ്കിൽ പ്രാക്ടിക്കൽ മാത്രമായിട്ട് ചോദ്യം വരാം, അല്ലെങ്കിൽ തിയറി മാത്രമായിട്ട് ചോദ്യം വരാം. ഏത് വരുന്നേ ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അതാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ സബ്ജക്റ്റിനെ വീണ്ടും ഡിഫിക്കൽട്ടാക്കി മാറ്റുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. ഇനി അടുത്ത കാര്യം എന്താ, സിമ്പിളാണ്, നോക്കിക്കോ. നമ്മുടെ എക്സാമിൻ്റെ സ്റ്റൈലാണ്. അഥവാ 10ാം ക്ലാസ് വരെ നിങ്ങൾ പരീക്ഷ ചെയ്ത മിക്കവാറും പരീക്ഷകൾ എന്ന് പറയുന്നത് എന്താണ്, തിയറി എക്സാംസ് ആണ്. തിയറി എക്സാം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പരീക്ഷയ്ക്ക് ആ തിയറി പഠിച്ചു പോവുക. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ ബയോളജി നിങ്ങൾ എന്ത് ചെയ്തു, എവല്യൂഷൻ തിയറി പഠിച്ചു. എവല്യൂഷൻ തിയറി പരീക്ഷ ചോദിക്കുകയാണ്, എക്സ്പ്ലെയിൻ എവല്യൂഷൻ തിയറി, എന്താണ് എവല്യൂഷൻ തിയറി, അല്ലെങ്കിൽ പരിണാമ സിദ്ധാന്തം എന്താണെന്ന് എഴുതാൻ പറഞ്ഞു. ജസ്റ്റ് അതുപോലെ എഴുതിച്ചാൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട. പക്ഷേ ഈ പറഞ്ഞ എക്കണോമിക്സിൻ്റെ പ്രത്യേകത എന്താ, ഇവിടെ നമ്മളൊരു തിയറി പഠിക്കും. ശരിയാണ്, നമ്മൾ തിയറി പഠിക്കുന്നുണ്ടാവും, പക്ഷേ അതെങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി നമുക്ക് പഠിക്കാനുള്ള ഒരു ചാപ്റ്ററാണ് പോവർട്ടി എന്ന് പറഞ്ഞത്. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി ഗവൺമെൻറ് ഒരുപാട് പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. എങ്കിലും എന്തുകൊണ്ട് ഈ പദ്ധതികൾ ഫലവത്താകുന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇന്ത്യയിലെ പോവർട്ടി ഒഴിവാക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല, ഇതാണ് നമുക്ക് വരുന്ന ചോദ്യം എന്ന് വിചാരിക്കാം. നമ്മൾ ദാരിദ്ര്യത്തെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്, ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനത്തെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്, പക്ഷേ എന്തുകൊണ്ട് ഇത് സാധ്യമാകുന്നില്ല എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മളവിടെ ചിന്തിച്ച് ഉത്തരം എഴുതേണ്ട കാര്യമാണ്. അതാണ് പറഞ്ഞത്, തിയറി മാത്രം പോരാ, പ്രാക്ടിക്കൽ വേണമെന്ന് പറഞ്ഞത്. അപ്പോൾ ആ ഒരു പാറ്റേണിലാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് വരിക. വീണ്ടും നമ്മുടെ സബ്ജക്റ്റ് എന്ത് ചെയ്യും, ടഫായി മാറി അല്ലേ. ഇനി അടുത്ത കാര്യം നോക്കിക്കോളൂ, എക്സാമിൻ്റെ പാറ്റേൺ 10ാം ക്ലാസ് വരെ മിക്കവാറും എല്ലാ സബ്ജക്റ്റുകളും 40 മാർക്കിൻ്റെ പരീക്ഷയാണ്. ഒരു 1.5 മണിക്കൂർ സമയം വരുന്ന 40 മാർക്കിൻ്റെ പരീക്ഷയാണ്. എന്നാൽ ഈ പറഞ്ഞ ഇംഗ്ലീഷ്, മാത്സ്, സോഷ്യൽ സയൻസ് ഇതൊക്കെ മാത്രമേ 80 മാർക്കിന് നിങ്ങൾ പരീക്ഷ എഴുതിയിട്ടുള്ളൂ. അതിൽ അത്യാവശ്യം പഠിക്കാനും ഏരിയകൾ ഉണ്ടായിരുന്നു. ഇനി ഇവിടെ +1 എത്തുമ്പോൾ നിങ്ങൾ നോക്കുക, +1 ഒട്ടുമിക്ക സബ്ജക്റ്റുകൾ എത്രയാണ്, 80 മാർക്കാണ് പരീക്ഷ. 80 മാർക്കിൻ്റെ പരീക്ഷ. അതിൽ പ്രാക്ടിക്കൽ ഉള്ളത് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, 60 മാർക്കിൻ്റെ പരീക്ഷയുള്ളൂ. അപ്പോഴും നിങ്ങൾ നോക്കുക, 60 മാർക്കാണ് അവിടെ മിനിമം. ഇതിൽ നമ്മുടെ എക്കണോമിക്സ് എത്ര മാർക്കിനാണ്, 80 മാർക്കിനാണ്. 80 മാർക്ക് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ 17 ചാപ്റ്റർ ഉണ്ട്, 2 ഏരിയകൾ പഠിക്കാനുണ്ട്,
തിയറി പേപ്പറും പ്രാക്ടിക്കലൊക്കെ മിക്സ് ചെയ്ത് ചോദിക്കാം. അതുപോലെ 80 മാർക്കിൻ്റെ പരീക്ഷയാണ്. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 2.5 മണിക്കൂർ പരീക്ഷ, 15 മിനിറ്റ് ഈ പറഞ്ഞ കൂൾ ഓഫ് ടൈം, മൊത്തം 2.25 മണിക്കൂർ. ഓക്കെ, അഥവാ 2.5 മണിക്കൂറല്ല, 2.25 മണിക്കൂർ പരീക്ഷയാണ് നമുക്കുണ്ടാവുക. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ വീണ്ടും എന്ത് ചെയ്യും, നമ്മുടെ സബ്ജക്റ്റ് ടഫായി. ഇത്രയും കാര്യങ്ങൾ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, എക്കണോമിക്സ് +1 ടഫാണോ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഉത്തരം ടഫാണോ സിമ്പിളാണോ എന്നുള്ളത്. ഉത്തരം ലളിതമാണ്, ടഫ് എന്ന് തന്നെയാണ് പറയാനുള്ളത്. കാരണം ഇത്രയും കാര്യങ്ങളാണ്. ഞാൻ വെറുതെ വന്നിട്ട് നിങ്ങളോട് വെറുതെ എക്കണോമിക്സ് ടഫാണ്, നിങ്ങൾ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം ഒന്നും പറയല്ല ചെയ്ത്, കൃത്യമായിട്ട് എന്തുകൊണ്ട് ടഫാവുന്നുള്ള കാര്യം ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഇതിനൊക്കെ ടാക്കിൾ ചെയ്ത് പോകണമെങ്കിൽ ഒരു ഡാറ്റ കൂടി ഞാൻ പറയാം. വേറെ ഒന്നുമല്ല, ഈ പറയുന്ന +2 2026 +2 പരീക്ഷ പാസ്സായ ആൾക്കാരുണ്ട് അല്ലേ. 2026 മാർച്ചിൽ പരീക്ഷ കഴിഞ്ഞു. അതിൽ ഈ പറഞ്ഞിരിക്കുന്ന കൊമേഴ്സിൽ മാത്രം പരീക്ഷ എഴുതിയത് 1,80,000 കുട്ടികൾ സംതിങ് ആണ് എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഈ പറഞ്ഞ കൊമേഴ്സിന് മാത്രം പരീക്ഷ ചെയ്തിട്ടാ പറഞ്ഞത്. കൊമേഴ്സ് മാത്രം ഹ്യൂമാനിറ്റീസ് ഞാൻ എടുക്കുന്നില്ല. കൊമേഴ്സും ഹ്യൂമാനിറ്റീസും പ്ലസ് ചേർക്കുകയാണെങ്കിൽ, ഈ പറഞ്ഞ ഹ്യൂമാനിറ്റീസും കൂടി ചേർക്കുകയാണെങ്കിൽ നമുക്ക് മൊത്തം വരുന്നത് 2.5 ലക്ഷത്തിൻ്റെ മുകളിലാണ്. അതായത് 2.75 2.25 ലക്ഷത്തോളം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടികൾ പരീക്ഷ എഴുതുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 2.25 ലക്ഷത്തോളം കുട്ടികൾ പരീക്ഷ ഏകദേശം ഹ്യൂമാനിറ്റീസ് കൊമേഴ്സിലായിട്ട് എഴുതിയിട്ടുണ്ട്. ഇതിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ കൊമേഴ്സിൽ മാത്രം ഫുൾ എ പ്ലസ് പറഞ്ഞാൽ 6 വിഷയങ്ങളുണ്ടാവും. 6 വിഷയങ്ങൾക്ക് A+ കിട്ടിയ കുട്ടികളുടെ ശതമാനം എത്രയാവും? വെറും 2%. വെറും 2% കുട്ടികൾക്ക് ഫുൾ A+ കിട്ടിയിട്ടുള്ളൂ. അതിൽ മിക്കവാറും പേർക്കും A+ പോയ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഏതറിയോ, അത് ഏറ്റവും കൂടുതൽ കുട്ടികൾ തോറ്റ വിഷയമാണ്. എക്കണോമിക്സിനാണ് ഏറ്റവും കൂടുതൽ A+ പോയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ നോക്കുക, പഠിക്കുന്നൊരു കുട്ടിക്ക് പോലും A+ ക്രാക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് ഈ സബ്ജക്റ്റ് മാറുന്നുണ്ടെങ്കിൽ, അപ്പോൾ ആവറേജ് നിൽക്കുന്ന നമുക്ക് പാസ്സാകാൻ പോലും പറ്റുമോ എന്നുള്ള ഡൗട്ട് അവിടെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഞാനൊരു ഓപ്ഷൻ പറഞ്ഞുതരാം. എപ്പോഴും ഞാൻ നിങ്ങളോട് പറയാറുണ്ട്, ഈ പറഞ്ഞതുപോലെ ഒക്കെ കാര്യങ്ങളൊക്കെ ടഫാണെങ്കിൽ പോലും നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം. ഞാൻ നിങ്ങൾക്ക് തരുന്ന ഗ്യാരണ്ടി ഇതാണ്. ഇത്രയും നേരം ഞാൻ പറഞ്ഞതിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലായുള്ള ഒരു കാര്യമായിരിക്കും എക്കണോമിക്സ് ടഫാണെന്നുള്ള കാര്യം. ഇതിനോടൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടും ഇത്രയും നേരം സംസാരിച്ചതും ആ കാര്യമാണ്. ഈ പറയുന്ന സബ്ജക്റ്റ് ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഏറ്റവും എൻജോയ് ചെയ്ത് പഠിക്കാൻ നിങ്ങൾക്ക് പറ്റണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് താല്പര്യം ഉണ്ടെങ്കിൽ, നിങ്ങളെ കൊണ്ട് അത് സാധിക്കുമെന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഞാൻ ഒരു വഴി പറഞ്ഞുതരാം. വേറെ ഒന്നുമല്ല, നിങ്ങൾ ഏറ്റവും സിമ്പിളായിട്ട് ഏറ്റവും ഈസിയായിട്ട് പഠിപ്പിക്കാൻ ഞാൻ തയ്യാറാണ്. ഈ പറയുന്ന ഞാൻ ആരാണ് എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് സൽസബീൻ എന്നാണ്. എക്കണോമിക്സിൻ്റെ ടീച്ചറാണ്. എജുപോർട്ടിലുണ്ട്. കഴിഞ്ഞ 5 വർഷമായിട്ട് കേരളത്തിലെ ഒരുപാട് കുട്ടികൾ, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 5 ലക്ഷത്തിലധികം കുട്ടികൾ കേട്ടോ, മിനിമം പറഞ്ഞത് 5 ലക്ഷത്തിലധികം കുട്ടികൾ. കാരണം ഓരോ വർഷം കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസിൽ 1 ലക്ഷം കുട്ടികളെ വെച്ച് കൂട്ടുകയാണെങ്കിൽ തന്നെ 5 വർഷത്തോണ്ട് 5 ലക്ഷം കുട്ടികൾ, മിനിമം 5 ലക്ഷം കുട്ടികൾക്കെങ്കിലും അറിയുന്ന എക്കണോമിക്സിൻ്റെ അധ്യാപകൻ എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ പറയുന്ന എക്കണോമിക്സ് എനിക്ക് ഏറ്റവും ടഫാണെങ്കിൽ പോലും ഏറ്റവും സിമ്പിളായിട്ട് പഠിക്കാം, ഞാൻ സഹായിക്കാം. അത് നിങ്ങളെ കൊണ്ട് പറ്റുകയും ചെയ്യും. ഞാൻ നിങ്ങൾക്ക് തരുന്ന ഗ്യാരണ്ടിയും ഇതാണ്, നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ട് പഠിക്കാം. അതിന് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. എവിടെ കിട്ടും? എജുപോർട്ടിൽ കിട്ടും. എജുപോർട്ടിൻ്റെ ആപ്പിൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എജുപോർട്ടിൻ്റെ ആപ്പിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ചാപ്റ്റർ ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ, അത് മാത്രമാണോ? അല്ല, അതിൽ ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് മാത്രമല്ല, ഞാൻ നിങ്ങളോട് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ഫൗണ്ടേഷൻ അഥവാ നമുക്ക് ഇതിൻ്റെ ബേസിക്സ് അറിയാത്തൊരു അവസ്ഥ അല്ലേ. അപ്പോൾ നിങ്ങൾ എജുപോർട്ടിൽ ഈ പറഞ്ഞ ആപ്പ് എടുക്കുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് എന്ത് പറ്റും, അതിൽ സൗജന്യമായിട്ട് എന്തൊക്കെയാണ് എക്കണോമിക്സിൻ്റെ ബേസിക്സ്, നിങ്ങൾ +1 പഠിക്കാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞു വെക്കേണ്ട കാര്യങ്ങൾ, എങ്ങനെ ഏറ്റവും ഈസി ആയിട്ട് പഠിക്കുക എന്നുള്ള ബേസിക്സ് വരെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഫ്രീ ആയിട്ട് എക്കണോമിക്സിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. അത് വെച്ച് നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിച്ചു പോകാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞ് വേറെ ഒന്നും കൊണ്ടല്ല, നിങ്ങൾ ചിലവഴിക്കുന്ന ഓരോ രൂപയും അത്രയും വിലപ്പെട്ടതാണ്. അതിനത്രയും ക്വാളിറ്റിയുള്ള അത്രയും മികച്ച കണ്ടൻറ്റുകൾ ഫീച്ചറുകൾ കൃത്യമായിട്ട് തരാൻ എന്തായാലും ബാധ്യസ്ഥരാണ്. അതിൽ ഏറ്റവും കൂടുതൽ ബാധ്യസ്ഥര് എജുപോർട്ട് തന്നെയാണ്. ആ ഒരു ബാധ്യസ്ഥത ഞങ്ങൾക്ക് ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തിക്കൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും നല്ല ഗ്യാരണ്ടി ഞാൻ തരാം. നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ, നിങ്ങൾ വില്ലിങ് ആണെങ്കിൽ മക്കളെ ഒരു പേടിയും പഠിക്കണം. നിങ്ങൾക്ക് ഏത് എക്സാമും ടഫാകാൻ പോകുന്നില്ല, നമ്മൾ ഈസി ആയിട്ട് പഠിക്കുകയും ചെയ്യും, നല്ല മാർക്ക് സ്കോർ ചെയ്യും. കാരണം നമുക്കിത് പഠിക്കണം എന്നുള്ളൊരു ലക്ഷ്യം നമുക്കുണ്ട്, അത് നമ്മൾ ക്രാക്ക് ചെയ്യുകയും ചെയ്യും. നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം. പേര് മറക്കണ്ട, സൽസബീൻ എന്നാണ് പേര്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. മക്കൾ എന്ത് ചെയ്യുക, ചെയ്യേണ്ട കാര്യത്തിലുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജ് അല്ലെങ്കിൽ ചാനൽ എന്ന് വേണമെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ അക്കൗണ്ട് നിങ്ങൾക്ക് വരാം. ഇറ്റ്സ് മീ സൽസബീൻ എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് ഉണ്ട്. അവിടെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളും ചോദിക്കാം, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ സൽസബീൻ.